വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോ ഹോൾ വീഡിയോ ആണ്. അതും വെറും ഹോൾ വീഡിയോ അല്ല, ജ്വല്ലറി ഹോൾ വീഡിയോ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത്രയും ജ്വല്ലറീസ് ആണ്. ഇത്രയും ജ്വല്ലറീസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ മേടിച്ചിട്ട് ഇന്ന് ആ ഒരു വീഡിയോ, ആ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന്റെ ക്വാളിറ്റി ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിന്റെ പ്രൊഡക്റ്റിന്റെ റേറ്റ് എല്ലാം സൈഡിലായിട്ട് കൊടുക്കാം, കാരണം ഒന്നും തന്നെ എനിക്ക് ഓർമ്മയുണ്ടാകത്തില്ല. അപ്പൊ ഞാൻ ഏകദേശം ഒക്കെ പറഞ്ഞുതരാം, ബാക്കി സൈഡിലായിട്ട് കൊടുക്കും, നിങ്ങൾക്ക് നോക്കിക്കോളൂ കേട്ടോ. അപ്പൊ എല്ലാത്തിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൊണ്ട് കാരണം ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ജ്വല്ലറീസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത സമയത്തൊക്കെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക്, ദെൻ ക്വാളിറ്റി എങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും ഇതിന്റെ ക്വാളിറ്റി അറിയാൻ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് റീസെന്റ് ആയിട്ട് വന്ന പ്രൊഡക്റ്റിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടാവില്ല, ഷോർട്സ് ആയിട്ടേ കാണിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഇയർ റിംഗ്സ് ആണ്. ഈ ഒരു ഇയറിംഗ്സ് ഇതിന്റെ റേറ്റ് വരുന്നത് 195 ആട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പം ഇത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കമ്മലാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഗോൾഡൻ പ്ലേറ്റഡ് ആണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, പക്ഷെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കൊരു എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് പീസ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഇതിങ്ങനെ ഇടാവുന്നതാണ്. നമുക്ക് വെസ്റ്റേൺ വെയറിന്റെ കൂട്ടത്തിലോ എങ്ങനെ വേണം നിങ്ങൾക്ക് ഇത് പെയർ ചെയ്യാം. നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു നെക്ക് പീസ് ആണ്. ഇത് ഈ ഒരു വൈറ്റ് കളറിൽ പേൾസ് വന്നിട്ടുള്ള ഒരു നെക്ലേസ് ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 90 റുപ്പീസ് ആണ്. പക്ഷെ 90 എന്ന് കാണുമ്പോൾ നിങ്ങൾ വേഗം എടുത്താടി മേടിക്കാൻ നിൽക്കണ്ട. 90 പ്ലസ് ഒരു അഡീഷണൽ ചാർജ് കൂടെ വന്നിട്ട് ഏകദേശം ഒരു 163 ആയിരുന്നു ഇതിന്റെ റേറ്റ് എന്നാണ് എന്റെ ഓർമ്മ. ഇത്ര റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേൾ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ അതിന്റെ ഇടയ്ക്കൊക്കെ ഗോൾഡൻ ബീഡ്സ് ആണ് വന്നിട്ടുള്ളത്. ആ ഒരു ബീഡ്സിനൊന്നും എന്താ പറയാ അത്ര ക്വാളിറ്റി ഇല്ല. അത് പെട്ടെന്ന് കളർ ഫെയ്ഡ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ കൊടുത്തിട്ടുള്ള ഈ ഒരു എന്താ പറയാ ഈ ഒരു ഗോൾഡൻ ചെയിനും പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പാണ്. ഓൾറെഡി ഇത് ഞാൻ അങ്ങനെ ഇട്ടിട്ടൊന്നും ഇല്ലല്ലോ. ഇതിന്റെ കൊളുത്തിന്റെ ഒക്കെ കളർ ഏകദേശം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മിക്കവാറും ഇത് ചേഞ്ച് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ വേറെ മുത്ത് കയറ്റി വേറെ മാല ആക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് ഞാൻ മേടിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് മേടിച്ച് നമ്മൾ റീസെന്റ് ആയിട്ട് വന്ന പ്രൊഡക്റ്റ് ആട്ടോ ഇത്. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു പ്രൊഡക്റ്റ്. ഇനി നമുക്ക് അടുത്ത ഇത് ഫുൾ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് ആയിരിക്കും. ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ഇയറിംഗ്സ്. ഈ ഇയറിംഗ്സ് ഇങ്ങനെയല്ല, നോക്കണ്ട ഉണ്ണി ഇത് ഞാൻ അല്ല എന്ന് പറഞ്ഞാൽ ഈ ഇയറിംഗ്സ് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് വന്ന പാട് തന്നെ പൊട്ടിപ്പോയപ്പോ പിന്നെ ഞാനത് കളയാൻ നിന്നില്ല. അതിന്റെ ആ ബാക്കി ഭാഗം എടുത്ത് ഇങ്ങനെ ഇട്ടു. ഈ ഒരു കമ്മല് വന്ന സമയത്ത് തന്നെ ഇത് ഡാമേജ് ആയിരുന്നു. പിന്നെ ഞാനത് അങ്ങനെ റിട്ടേൺ അടിക്കാൻ പറ്റിയില്ല, തോന്നിയില്ല എനിക്ക്. അപ്പൊ ഞാനത് സൂപ്പർ ഗ്ലൂ ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന് മുന്നേ ഇത് പൊട്ടിപ്പോയി. അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ ഇട്ടു. പക്ഷെ ഇതാ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി. മറ്റേത് ഇവിടെ വരെ ലെങ്ത് ഉണ്ടായിരുന്നു. അടുത്തെന്ന് പറയുന്നത് ഈ ഒരു നെക്ക് പീസ് ആണ്. കണ്ടില്ലേ, ഇതൊരു സിൽവർ ഓക്സിഡൈസർ ജ്വല്ലറിയാണ്. ഓക്സിഡൈസർ ജ്വല്ലറീസ് എനിക്ക് എന്നും ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയില്ല ഈ ഒരു സാധനം. ഇത് നല്ല ഗുങ്കുരു ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറി അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിനിഷിംഗ് ഒന്നുമല്ല. ഇറ്റ്കോസ് ഇത് കണ്ടില്ല, ഇവിടെ ചെറുങ്ങനെ കളറൊക്കെ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാകത്തൊന്നുമില്ല. പിന്നെ ഈ ഒരു സാധനം എനിക്ക് കോംബോ ഓഫറിൽ കിട്ടിയതാണ്. അതായത് ഇതിനൊരു ഇയറിംഗ്സ് കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ദെൻ അതിന്റെ കൂടുതൽ കോംബോ ആയിട്ട് വന്നിട്ടുള്ള വേറൊരു നെക്ക് പീസ് ഈ ഒരു ലോങ് ചെയിൻ ആയിരുന്നു. ഇതും നല്ല ലൈറ്റ്, ഈ കാണുന്ന മാലകളെല്ലാം നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ. കാണുമ്പോൾ ഭയങ്കര വെയിറ്റ് ആയിട്ട് തോന്നുന്നത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. കണ്ടില്ലേ, ഇത് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഒരു മാലയാട്ടോ. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സാരിയുടെ കൂടത്തിലോ ഒക്കെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചുരിദാറിന്റെ കൂടത്തിലോ ഒക്കെ ഇങ്ങനെ ഇടാം. ഓക്കെ, ഇതാണ് അടുത്തത്. ഇതിന്റെ ഒക്കെ കമ്മൽ ഞാൻ കാണിച്ചു തരാം. ആദ്യം കാണിച്ച നെക്ക് പീസിന്റെ കമ്മലാട്ടോ ഇത്. കമ്മലൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മലാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ രണ്ടാമത്തെ ആ ഒരു ഇതിന്റെ കമ്മല് ഈ ഒരു റൗണ്ട് കമ്മലായിരുന്നു. പക്ഷെ ഇതിനൊന്നും ഈ പുറകിലത്തെ ആ ഒരു ഇത് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഇടുന്ന എന്താ പറയാന് അതുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ ഒരു സാധനം ഉണ്ടായിരുന്നില്ല, ആകെ ഒരെണ്ണത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ആ ഒരു സെക്കൻഡ് ഇതിന്റെ കമ്മല്. ഇനി തേർഡ് അതിന്റെ കൂടുതൽ ഒരു മാലയും കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു മാല ഇതായിരുന്നു കേട്ടോ. അപ്പം ഇതായിരുന്നു ആ ഒരു മാല. ഈ ഒരു ഡ്രസ്സിന്റെ കൊടുത്ത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ സാധനം നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു പീസാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സൗണ്ടും ഉണ്ട്. കണ്ടില്ലേ, ഫുൾ കോയിൻ ഡീറ്റെയിൽസും ദെൻ ഗുങ്കുരു ഡീറ്റെയിൽസും ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഫ്ലവേഴ്സ് പോലെയാണ് ഇത് വന്നിട്ടുള്ളത്. നല്ലൊരു മാലയാണ്. നമുക്കൊരു നല്ലൊരു എന്തേലും കൈൻഡ് ഓഫ് സാരിയുടെ കൊടുത്തിലോ എന്തിന്റെ കൊടുത്ത് നമുക്ക് ഇടാം. അതിന്റെ കമ്മലും ഇതേപോലത്തെ ഒരു സിമ്പിൾ കമ്മലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ,
ഇനി അടുത്തത് എന്ന് പറയുന്നത് ഞാൻ അതിന് മുന്നേ മീഷോന്ന് മേടിച്ചിട്ടുള്ള ഒരു സാധനമാണ്. ഇത് നല്ലൊരു മാലയാട്ടോ, സത്യം പറയാലോ. ഇതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിന് നമുക്ക് മീഷോ നല്ല അടിപൊളി ജ്വല്ലറീസ് കിട്ടും. നിങ്ങൾക്ക് നല്ല വർത്താണ്, നല്ല കളക്ഷൻസും ഉണ്ട്. ഇപ്പൊ ആണെങ്കിൽ ഞാൻ ഈ ഒരു സാധനങ്ങൾ മേടിച്ചതിന് ശേഷം നല്ല അടിപൊളി കളക്ഷൻസ് വീണ്ടും വന്നിട്ടുണ്ട്. മീഷോ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ജ്വല്ലറീസിന്റെ കാര്യത്തിൽ. ഈ ഒരു കമ്മൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് ചിലപ്പം ഈ കമ്മൽ ഈ ഡ്രസ്സും കൂടെ നമുക്ക് ഈ ഒരു മാല ക്ലിയർ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന തരത്തില്ല. ഇത് ഞാൻ മേടിച്ചിട്ട് ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞിട്ട്. ഇത് നല്ലൊരു മാലയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന ഒരു മാലയാണിത്. ക്വാളിറ്റി വൈസിലാണെങ്കിൽ ഇത് സൂപ്പറാണ്. പ്രൈസ് ആണെങ്കിലും വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, 150-നും താഴെയായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഞാനിവിടെ സൈഡിലായിട്ട് അതിന്റെ ഒരു പിക്ക് കൊടുത്തേക്കാം. ദെൻ അടുത്തത് ഈ ഒരു കമ്മലാണ്. മൈ ഫസ്റ്റ് മീഷോ ഓർഡർ ആയിരുന്നു ഈ ഒരു കമ്മല്. ഇപ്പോഴും കളറും പോയിട്ടില്ല, ഒന്നും പറ്റാത്ത ഒരു കമ്മലായിരുന്നു ഈ ഒരു കമ്മൽ. ഈ ഒരു മയിൽപ്പീലി ഡിസൈൻ വന്നിട്ട് ഈ ഒരു ജുംക്ക ഇപ്പോഴും അത് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിനും അത്ര റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. 200 കിലോ എന്തായാലും ഉണ്ടാകും കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ മീഷോ എന്നെ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യിപ്പിക്കാറില്ല കേട്ടോ. അടുത്തത് മൈ മോസ്റ്റ് ഫേവറേറ്റ് കളക്ഷൻ ഒന്നാണിത്. ഇതിന് ഇച്ചിരി റേറ്റ് ഉണ്ടായിരുന്നു, 300 സംതിങ് ഉണ്ടായിരുന്നു കേട്ടോ. ബട്ട് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. ഈ ഒരു സാധനം ഞാനൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ചോദിച്ചിട്ടായിരുന്നു റേറ്റ്. അതിനകത്ത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതേ ക്വാളിറ്റി തന്നെ എനിക്കിത് മീഷോ തന്നു. ഇതാണ് ഒരു വൈറ്റ് പേൾസ് വന്നിട്ടുള്ള ഈ ഒരു ഇയറിങ്സ്. അതായത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നോക്ക്, പക്ഷെ ഇത് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഇത് ഇട്ടാലോ എന്ന് വിചാരിച്ചു, പക്ഷെ ഇതെനിക്ക് അധികം നേരം ഇട്ട് നിൽക്കാൻ പറ്റുമെന്ന് കൂടെ അറിയത്തില്ല. അത്രയ്ക്ക് വെയിറ്റ് ആണ് ഈ ഒരു കമ്മലിന്. കാത് നല്ല വേദന എടുക്കും. അപ്പൊ ബേക്കിൽ നമ്മൾ മറ്റേ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. 6-7 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പോകുന്നത്. അത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ദെൻ അതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നായിരുന്നു ഈ ഒരു ഹെയർ ബാൻഡ് കൈൻഡ് ഓഫ് സാധനം. ഈ ഒരു സാധനം ഇതൊക്കെ കൂടി മൊത്തത്തിൽ 300 സംതിങ് രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ വെക്കാം. പിന്നെ അതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു മാൻറ്റികയാണ്, നെറ്റ് ചുട്ടി. ഈ ഒരു നെറ്റ് ചുട്ടിയും കൂടെ എനിക്ക് ഇതിന്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഹാങ്ങിങ്സ് നമ്മുടെ കമ്മലിന്റെ ഇവിടെ ഇങ്ങനെ തൂക്കാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ. അടുത്തതെന്ന് പറയുന്നത് ഞാൻ മീഷോന്ന് ആദ്യം ഒരു ആംഗ്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആംഗിളിന്റെ അവിടെയായിട്ട് നല്ല വണ്ണമുള്ള ടൈപ്പ് ഓഫ് ആണ്. അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു മീഷോന്ന് മേടിക്കുമ്പോൾ അതിന്റെ ആ ഒരു ലെങ്ത് എത്തുമെന്ന്. പക്ഷെ ഇത് നല്ല ഭംഗിയുള്ളൊരു ആംഗ്ലേറ്റ് ആയിരുന്നു കേട്ടോ. ഓക്സിഡൈസർ ആണ് വന്നിട്ടുള്ളത്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ അങ്ങനെ ഓണത്തിനോ എന്നോ ഒന്ന് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു ആംഗ്ലേറ്റും നല്ല ക്വാളിറ്റിയാണ്, പിന്നെ റേറ്റും അഫോർഡബിൾ ആണ്. ദെൻ അടുത്തത് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു 2 ബോക്സും കൂടെ ഉണ്ട്. ഫസ്റ്റ് ബോക്സിനകത്ത് ഞാൻ ഈ റീസെന്റ് ആയിട്ട് കാണിച്ച ജ്വല്ലറിയാണ് കേട്ടോ. ഇത് എന്റെ ഫ്രണ്ട്സിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മല് ഈ ഒരെണ്ണമായിരുന്നു. ഇതിന്റെ ക്വാളിറ്റി ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. 125 റുപ്പീസേ ഉള്ളൂ. പിന്നെ ലൈറ്റ് വെയിറ്റും ആണ്. പിന്നെ ഇതങ്ങനെ ഇതിന്റെ ഒരു പെർഫെക്ഷൻ ആണെങ്കിലും നല്ലതാണ്. നല്ലതായിട്ട് തന്നെ അവർ ക്ലിയർ ആയിട്ട് തന്നെ അത് ഡീറ്റെയിലിംഗ് എല്ലാം നല്ലോണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കമ്മൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തത് ഈ ഒരു കമ്മലാണ്. ഇതും ഞാൻ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇടാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് കല്ല് വന്നിട്ട് ചുറ്റിനും അമേരിക്കൻ ഡയമണ്ട്സ് ആണ് വന്നിട്ടുള്ളത്. നല്ല കമ്മൽ, പിന്നെ സൗണ്ടും. ഇതിന് റേറ്റ് 190 സംതിങ് ആയിരുന്നു. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഇതിന്റെ വേറെ കളേഴ്സും ഉണ്ടായിരുന്നു, അതും നല്ല ഭംഗിയുള്ള കളേഴ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ അടുത്ത ബോക്സ് കാണാം. അടുത്ത ബോക്സിൽ ഞാൻ ഇതിന് മുന്നേ എത്ര തവണ വീഡിയോസ് കാണിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ചോക്കർ സെറ്റാണ്. ഇത് നല്ല രസമുണ്ട്. ഇത് ആദ്യം മേടിക്കുന്ന സമയത്ത് ഇതിന് കുറച്ചുകൂടി ഒരു കളർ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇത് തനി ഗോൾഡൻ കളറിലോട്ട് മാറി. ഇപ്പൊ ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇത് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. മീൻസ് ഇങ്ങനെ വരുന്ന രീതിയിൽ കുറച്ച് ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ ഇടാം കേട്ടോ. നല്ലോണം ഇട്ടാൽ മതി. പിന്നെ ചോക്കറായിട്ട് വേണമെങ്കിൽ ചോക്കറായിട്ട് ഇടാം. ഇതാണ് അതിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു കമ്മൽ എന്ന് പറയുന്നത് കേട്ടോ.
നല്ല കമ്മലാണ്. ഇതും അങ്ങനെ കളറൊന്നും പോയിട്ടില്ല. നമുക്ക് എന്തൊരു ഫംഗ്ഷനും ഇപ്പോഴും ഇടാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലാണ് ഇതുള്ളത്. അപ്പൊ എന്റെ കയ്യിലുള്ള മീഷോ ജ്വല്ലറീസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഞാൻ കാണിച്ചു. ഇനിയും ചിലപ്പോൾ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാകും. എന്നാൽ ഇതാണ് കുറച്ചധികം എനിക്ക് ഓർമ്മയിലുള്ള മീഷോ ജ്വല്ലറീസ് കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റിയാണ്. ചിലത് മാത്രമേ പറഞ്ഞില്ല, ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു കുഴപ്പമില്ല. ആകെ ഈ ഒരു കമ്മല് മാത്രമാണ് എനിക്ക് കിട്ടിയ സമയത്ത് തന്നെ ഡാമേജ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാനത് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത്രയാണ് എന്റെ മീഷോ ജ്വല്ലറിനെ പറ്റിയിട്ടുള്ള എന്റെ മീഷോ ജ്വല്ലറിയുടെ കളക്ഷനും അതുപോലെ മീഷോ ജ്വല്ലറിനെ പറ്റി പറയാനുള്ളത് കേട്ടോ. നമുക്ക് മീഷോയിൽ നല്ല കളക്ഷൻസ് അവൈലബിൾ ആണ്. ഇഷ്ടംമാതിരി കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന സാധനം ഞാൻ വില ചോദിച്ചാണ് 1400-2000 ഒക്കെ രൂപയാണ്. എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മീഷോന്ന് മേടിക്കുന്നതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ തോന്നിയിട്ടുള്ളത്. പിന്നെ അതിന്റെ ക്വാളിറ്റിയിൽ അത്ര വലിയ കോംപ്രമൈസ് ഒന്നും ചെയ്യേണ്ട വരുന്നില്ല നമുക്ക് മീഷോന്ന് മേടിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പൊ നിങ്ങളും ഒരു മീഷോന്ന് ജ്വല്ലറി മേടിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ് ഇത് മേടിക്കണോ നല്ലതാണോ അല്ലയോ എന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നുള്ളൂ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടൊന്നും ഇതായി പോയത് ഫെയിൽ ആയി പോയിട്ടുള്ളത് ബാംഗിൾസിന്റെ കാര്യത്തിലാണ്. അത് പക്ഷെ എന്റെ മിസ്റ്റേക്ക് ആണ്, സൈസ് കറക്റ്റ് അറിയാണ്ട് ഓർഡർ ആക്കിയിട്ടുള്ളതുകൊണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബാംഗിൾ ഹോൾ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.